എൻ്റെ ഫോണിലേക്ക് എനിക്ക് അനാവശ്യം എന്ന് തോന്നുന്ന ഒരു മെസ്സേജ് അയക്കുമ്പോൾ അതിന് ഉത്തരം പറയാൻ സോറി പ്രിഫർ ചെയ്യുന്നത് അത് തന്നെയാണ്. സംഘടനയിലെ പ്രശ്നങ്ങൾ സംഘടനയിൽ തന്നെ തീരണമല്ല, അതിനുള്ളൊരു സ്പേസ് അവിടെയുണ്ട്. അത് അതിൽ തീരാത്തപ്പോഴായിരിക്കണം അത് പബ്ലിക്കായിട്ട് പലർക്കും ഇപ്പം അൻസിബയെ പോലെയുള്ളവർ നിവൃത്തികേട് കൊണ്ടായിരിക്കാം ചിലപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്ത് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ എനിക്ക് കിട്ടിയിട്ടില്ല. ആസിഫ് അലി ഇന്ന് അൻസിബയെ കുറിച്ച് വെട്ടി തുറന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ കാര്യത്തിലൂടെ എനിക്ക് മനസ്സിലായതുണ്ട്, ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടനയ്ക്കുള്ളിൽ നിൽക്കുന്ന ഒരു കമ്മിറ്റി അംഗങ്ങൾക്കും ആ അമ്മയ്ക്കകത്ത് എന്താണ് നടക്കുന്നതെന്നും ആർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ടെന്നും അതിനുള്ളിൽ നടക്കുന്ന ഇഷ്യൂസ് എന്താണെന്നും തുടങ്ങിയ ഒരു കാര്യങ്ങളെ കുറിച്ചും വ്യക്തമായിട്ടുള്ള ഗ്രാഹ്യവും ധാരണയും ഇല്ല. ഇത്തരത്തിലൊരു കമ്മിറ്റി രൂപീകരിക്കുമ്പോഴത്തേക്കിന് അതിനകത്തുള്ള എല്ലാ അംഗങ്ങൾക്കും ആ സംഘടനയിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെന്നും അത് എന്തൊക്കെയാണ് ഫേസ് ചെയ്യുന്നത്, ഈവൻ ഫിനാൻഷ്യൽ ഇഷ്യൂസ് എന്തൊക്കെ ഉണ്ടെന്നുള്ള തുടങ്ങിയ കാര്യങ്ങൾ വരെ എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ഇന്ന് ആസിഫ് അലി കൊടുത്തിട്ടുള്ള ഈ ഒരു അഭിമുഖത്തിനകത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം അതുതന്നെയാണ് അൻസിബ ഉൾപ്പെടെയുള്ള വ്യക്തികളും പുറത്തു വന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. അംഗങ്ങൾ ആരും അവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നില്ല. ഇപ്പൊ അൻസിബയെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ള വ്യക്തികളാണെങ്കിൽ ശരി, അല്ലാത്ത വ്യക്തികളാണെങ്കിൽ ശരി, എല്ലാവരും പറയുന്നത് അമ്മയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ അറിയുന്നില്ല. ഇത് നല്ല രീതിയിൽ ലീഡ് റോളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആസിഫ് അലി. ഈ ആസിഫ് അലി പോലും ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ല. അപ്പം ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ആരാണ് അറിയുന്നത്? ആരെ അറിയിക്കുന്നത്? നിങ്ങൾക്ക് ചോദിച്ചുകൂടെ? കാണുന്ന ഞങ്ങൾക്ക് തന്നെ വ്യക്തമായിട്ടൊരു ധാരണ ഇല്ലാത്തപ്പോഴത്തേക്ക് അതിനകത്തുള്ള നിങ്ങൾക്ക് ഇപ്പോൾ എന്തുമായിരിക്കും ഉള്ളായിരിക്കുന്നത്? സത്യസന്ധമായ ഒരു കാര്യം തന്നെ കേട്ടോ. എന്തായാലും അൻസിബ പറഞ്ഞതിനകത്ത് വ്യക്തതയുണ്ടെന്നും അതിനകത്ത് കാര്യമുള്ളതുകൊണ്ടാണ് ഇതുപോലൊരു കേസിലേക്ക് മുന്നോട്ട് പോയതെന്നും ആ കമ്മിറ്റിക്കകത്ത് നിന്നും അതിന് വ്യക്തമായ ഒരു ധാരണയോ അല്ലെങ്കിൽ ഒരു അറിയിപ്പോ അല്ലെങ്കിൽ അതിന് കിട്ടേണ്ടതായിട്ടുള്ള ഒരു നീതി ലഭിക്കാത്തതുകൊണ്ടാണ് അത് പുറത്ത് മാധ്യമങ്ങൾക്കിടയിലേക്ക് പോയി പറയാനിടയുണ്ടായ ഒരു സാഹചര്യം എന്നും പറയുന്നു. അതിനുള്ള ഒരു ലീഡ് റോൾ ചെയ്യുന്ന അംഗം തന്നെ വന്ന് ഇതുപോലെ പറയുമ്പം എന്നിട്ട് പോലും ശ്വേതാ മേനോനെ പോലുള്ള വ്യക്തികൾക്ക് ഇതൊരു കേസായിട്ടോ ഇതൊരു ചർച്ചയായിട്ടോ ഇതൊരു കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരാനോ കഴിയുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയധികം ചർച്ചകൾ നടത്തിയിട്ടും ഇത്രയധികം വീഡിയോ ചെയ്തിട്ടും എനിക്കിതിന് മാത്രമേ ഉള്ള ഈ ഒരു കാര്യത്തിൽ ഉത്തരം കിട്ടാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ അമ്മ വീണ്ടും അമ്മ എന്നേ വരത്തുള്ളടേ, മാറ്റാം. AMMA ഈ AMMA എന്ന് പറയുന്ന സംഘടനയ്ക്ക് എന്താണ് പറ്റിയത്? ഇതിനകത്തുള്ളവരൊക്കെ എന്തിനാണ് പുട്ടുപുഴുങ്ങാൻ ഇരിക്കുകയാണെന്നുള്ളതാണ് എനിക്ക് ഒരു അവസരത്തിൽ ഈ ഒരു കാര്യത്തോട് ചോദിക്കാനുള്ളത്. അതുപോലെ തന്നെ രണ്ടുപേര് തമ്മിലുള്ളൊരു പേഴ്സണൽ ഗ്രഡ്ജിന്റെ പുറത്തുണ്ടായിട്ടൊരു കേസാണല്ലോ ഈ ലക്ഷ്മി പ്രിയയും ഹൻസിബയും തമ്മിലുള്ളൊരു കാര്യം. ലക്ഷ്മി പ്രിയയുടെ മൊബൈലിലേക്ക് ഹൻസിബ മെസ്സേജ് അയച്ചു. എന്ന പുള്ളിക്കാർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. തൃപ്പൂണിത്തറ സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തു. അങ്ങനെ അവിടുത്തെ SI ഒരു കാര്യമില്ലാതെ വിളിച്ചു വരുത്തുകയും ഒരു മാപ്പപേക്ഷ സൈൻ ചെയ്ത് മേടിക്കുകയും ചെയ്തെന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് 3 മണിക്കൂറോളം അവിടെ ഇരുത്തി ഹരാസ് ചെയ്യുമെന്ന് പറഞ്ഞു. അതിനെ തുടർന്നാണ് ലക്ഷ്മി പ്രിയയ്ക്കും പോലീസുകാർക്കും എതിരെ ഹൻസിബ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത്. നേരെ തിരിച്ച് അതിനൊരു റിട്ടേൺ കംപ്ലൈന്റ് എന്ന രീതിയിൽ അല്ലെങ്കിൽ മൊഴി രേഖപ്പെടുത്തുന്ന രീതിയിൽ ആരാണ് ലക്ഷ്മി പ്രിയ ഇന്ന ദിവസം ലക്ഷ്മി പ്രിയയും ആ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ പറഞ്ഞു. ലക്ഷ്മി പ്രിയ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വരുന്നത് എല്ലാ രേഖകളുമായിട്ട് നമുക്ക് CCTV ഉണ്ട്, അതിന്റെ ധാരണയുണ്ട്, അതിനകത്ത് രേഖയുണ്ട്, അത് ഇത്ര മണി തൊട്ട് എത്ര മണി വരെയാണ് അവിടെ ആൾക്കാർ ഇരുന്നിട്ടുള്ളത്, എന്തൊക്കെയാണ് സംസാരിച്ചിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ക്രോഡീകരിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതെല്ലാം ഞാൻ ഇന്ന് ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കൈമാറിയതിനു ശേഷം നിങ്ങൾ അറിയുമെന്നൊക്കെ പറയുന്നുണ്ട്. നല്ല കാര്യം. അങ്ങനെ കൈമാറുന്നതിനകത്ത് നിങ്ങൾക്ക് വ്യക്തതയുണ്ട്, നിങ്ങൾ സത്യസന്ധതയാണ്, നിങ്ങൾക്ക് കൈ കഴിയുന്ന കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൈ കഴുകി മാറുക. ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ ഇതുവരെ വന്നിട്ടുള്ള ഒരു ചാഞ്ചാട്ടം എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ ഹൻസിബ ഒരുപാട് തെളിവുകളും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അത് തന്നെയാണ് ഈ പറഞ്ഞ ലക്ഷ്മി പ്രിയം പറയുന്നുണ്ട്, ഹൻസിബ പ്രിപ്പയർ ആയിട്ട് വന്നതാണ്, ഒരുപാട് തെളിവുകളുമായിട്ട് വന്നതാണെന്ന്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരാളുടെ സത്യസന്ധത തെളിയിക്കാനായിട്ട് അവർ തെളിവുകൾ കൊണ്ടുവരുമ്പോഴത്തേക്കിന് ആ വ്യക്തി പ്രിപ്പയർ ആയിട്ട് വന്നത് എന്ന് പറയുന്നതിനകത്ത് എന്ത് ലോജിക്കാണ് ഉള്ളത്? ആ പെൺകുട്ടി അങ്ങനെ പ്രിപ്പയർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കുറ്റവിമുക്തി ആയതുകൊണ്ടല്ലേ, അതല്ലെങ്കിൽ ആരോപിക്കുന്ന ആരോപണങ്ങളിനകത്ത് ആ പെൺകുട്ടിക്ക് ശരിയുള്ളത് കൊണ്ടല്ലേ വ്യക്തമായിട്ട കാര്യങ്ങൾ അതിൻ്റെ ഉള്ളത്. പുള്ളിക്കാരി നമുക്കറിയാലോ പുള്ളിക്കാരി ഏത് രീതിയിലൊക്കെയാണ് വരുന്നതെന്നും സംസാരം എങ്ങനെയായിരിക്കും. പ്രധാനമന്ത്രിയെക്കാട്ടിലും രാഷ്ട്രപതിയെക്കാട്ടിലും ആരാധകരും ആൾക്കാരെ അറിയുന്നതായിട്ടുള്ള വ്യക്തികൾ നമ്മുടെ സംഘടനയിൽ ഉള്ളത് കൊണ്ടാണല്ലോ നമുക്ക് ഇത്രയും വലിയൊരു ജനപ്രീതി കിട്ടുന്നത്, ജനശ്രദ്ധ കിട്ടുന്നത്. വാവ്, വാട്ട് എ വണ്ടർഫുൾ ലേഡി. നടി അൻസിബ ഹസൻ നൽകിയിട്ടുള്ള പരാതിയിൽ കുറ്റാരോപിതയായ നടി ലക്ഷ്മി പ്രിയ തൃക്കാക്കരയിൽ SCP ഓഫീസിൽ മൊഴി നൽകാനായി അവരെത്തി. അതിനുശേഷം അന്വേഷിച്ചിട്ടാണ് ഇതൊരു പ്ലാൻഡ് മൂവ്മെന്റ് ആണല്ലോ. അപ്പം അങ്ങനെ കേസ് കൊടുത്തത്. അപ്പം നമ്മളുടെ അടുത്ത് വ്യക്തമായിട്ട് അവിടെ എത്ര സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നും എല്ലാമുള്ള ഡിജിറ്റൽ അവിടെ എന്ത് നടന്നു എന്നുള്ളതിന്റെ ഡിജിറ്റൽ എവിഡൻസ് എൻ്റെ അടുത്തുണ്ട്. അത് ഞാൻ ഫുള്ള് ഇന്ന് അല്ല ലക്ഷ്മി പ്രിയ പ്ലാൻഡ് മൂവ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുമായിരിക്കും? അൻസിബ ഇങ്ങനെ ഒരു ആരോപണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് ടിനി ടോമിന്റെ പുറകെ നടന്ന് എങ്ങനെയെങ്കിലും അതിന്റെ വായിൽ നിന്നും ഇങ്ങനെ ഒരു ആരോപണം വീഴ്ത്തിയെടുത്ത് അത് കുറച്ചുപേരെ കൊണ്ട് കേൾപ്പിച്ച് എല്ലാം റെക്കോർഡ് ചെയ്തെടുത്ത് വെച്ച് കറങ്ങി തിരിഞ്ഞ് വളഞ്ഞു വന്നിട്ട് ഇങ്ങനെ മൂക്കി തുടർന്നൊരു പരിപാടിയെ കാണിച്ചു കൂട്ടിയെന്നോ? ചേച്ചിയുടെ സംസാരം ഉണ്ടല്ലോ അടിപൊളിയാ.
ആർക്കും ഒന്നും മനസ്സിലാകത്തുമില്ല, ഒരു വ്യക്തതയും കാണത്തില്ല, അതിനകത്തൊരു കാര്യവും കാണത്തില്ല. മാറും. അൻസിബ പറഞ്ഞതേ യാതൊരു അടിസ്ഥാനമില്ലാത്തൊരു പരാതിയിലാണ് അവരെ 3-4 മണിക്കൂർ സ്റ്റേഷനിൽ പിടിച്ചിരുത്തിയത്. അതിനുശേഷം മാപ്പ് എഴുതി വാങ്ങിച്ചു വിട്ടു. കേസെടുക്കാൻ പോലും ഒന്നും ഇല്ല എന്നായിരുന്നു. അത് പുള്ളിക്കാരിയുടെ വേർഷൻ അല്ലേ? എൻ്റെ ഫോണിലേക്ക് എനിക്ക് അനാവശ്യം എന്ന് തോന്നുന്ന ഒരു മെസ്സേജ് അയക്കുമ്പോൾ അതിന് ഉത്തരം പറയാൻ സോറി അതെന്താ പറ്റിയെന്നറിയോ? ഈ കള്ളങ്ങൾ നമ്മൾ മെയ്യുമ്പോഴത്തേന് ചിലപ്പോൾ നമ്മുടെ ശ്വാസങ്ങൾ ഇങ്ങനെ നിലയ്ക്കാം, ഇടയ്ക്ക് സ്റ്റക്കാവാം. മനുഷ്യർക്കുള്ളതാ, കുഴപ്പമൊന്നുമില്ല, പറഞ്ഞു. അതിനുത്തരം പറയാൻ പുള്ളിക്കാരി ബാധ്യസ്ഥയായിരുന്നു. ഞാൻ ഡിസംബർ 10 വന്ന മെസ്സേജിന് ജനുവരി 22 ആണല്ലോ പരാതി കൊടുക്കുന്നത്. അപ്പൊ എൻ്റെ ഫോണിലേക്ക് അൺനെസസറി ആയിട്ട് അയക്കുന്ന ഒരു മെസ്സേജിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഞാനല്ലേ തീരുമാനം. അപ്പൊ ജനുവരി 22 അയച്ച മെസ്സേജിന് ഇപ്പം നിങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കുന്നു, ഈ രീതിയിൽ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ആരായിരിക്കും പ്ലാൻ ചെയ്ത് മൂവ് ചെയ്തത്? ആരാ അത് പരാതി കൊടുക്കേണ്ടതുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ ഹസ്ബൻഡ് പ്രശ്നമാക്കിയത് വിട്ടേക്കോ. എൻ്റെ ഫോണിലേക്ക് അങ്ങനെ അയക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പറയാമല്ലോ, എനിക്ക് നിയമപരമായിട്ട് പോകണമെങ്കിൽ എനിക്ക് അങ്ങനെ പോകാനുള്ളൊരു അവകാശമില്ലേ? പിന്നെ 3 മണിക്കൂർ സ്റ്റേഷനിൽ ഇരുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ പോലീസ് അതോറിറ്റിയാണ് സ്ഥിരീകരിക്കേണ്ടത്. പക്ഷേ എൻ്റെ ഓർമ്മയിൽ 1 മണിക്കൂർ 17 മിനിറ്റും 20 സെക്കൻഡും മാത്രമാണ് ഞങ്ങൾ അവിടെ ഇരുന്നത്. ഇത്ര കൃത്യമായിട്ട് ഞാൻ ആ ടൈം ഡ്യൂറേഷൻ പറയണമെങ്കിൽ എൻ്റെ കയ്യിൽ അതിന് സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ട് എന്ന് കരുതിക്കോളൂ. അപ്പൊ ആരാണ് പ്ലാൻ ചെയ്ത് വന്നത്? രണ്ട് വ്യക്തികളുള്ള പ്രശ്നം അത് ഇതിലേക്ക് വലിച്ചയക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ രണ്ടുപേരും ഒരേ സംഘടനയിലെ അംഗങ്ങളാണ് എന്ന് വിചാരിക്കുക. നമ്മൾ സംഘടനയ്ക്ക് പുറത്ത് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് സംഘടനയ്ക്ക് അതിൽ എന്താണ് ബാധ്യത? എന്താണ്? സംഘടനയാണോ അത് അന്വേഷിക്കേണ്ടത്? നമ്മൾ അത് നിയമപരമായിട്ട് നമ്മൾ നേരിടുക തന്നെയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് സംഘടന ഇടപെടാനായിട്ട് ഇതെന്താണ് അങ്ങനെ? ഇതേ പറയുന്ന നിങ്ങൾ തന്നെയാണല്ലോ ടിനി ടോമിന്റെ വിഷയത്തിനകത്ത് ടിനി ടോമിനോട് പറയുന്നത്, അല്ലെങ്കിൽ അൻസിബയോട് പറയുന്നത്, സംഘടനയ്ക്കുള്ളിൽ നിൽക്കുന്ന പ്രശ്നം സംഘടനയ്ക്കുള്ളിൽ തന്നെ നിർത്തുക. നിങ്ങൾ രണ്ടുപേരും സംഘടനയുള്ള ആൾക്കാരാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സങ്കടം ഉണ്ടെങ്കിൽ സംഘടനയിൽ ആദ്യം പറയണ്ടേ? എന്താ പറയാൻ എന്തായിരുന്നു? ടിനി ടോമിന്റെ അൻസിബയുടെ കാര്യം മാത്രം സംഘടനയ്ക്കുള്ളിൽ നിർത്താം, ഞങ്ങൾ വല്ല ഉണ്ടെങ്കിൽ ഞങ്ങൾ പുറത്തേ അടിച്ചു തീർത്തോളാന്ന്. അയ്യേ, ഇപ്പൊ സ്കൂളിൽ ഒരു പ്രശ്നം നടക്കുന്നത്. അപ്പൊ എന്തോ ആദ്യം പ്രിൻസിപ്പളിന്റെ അടുത്തല്ലേ നമ്മൾ പറയുന്നത്? അല്ല, സ്കൂളിലെ പ്രശ്നം നടക്കുമ്പോഴേ ഓടി പുറത്തോട്ട് തൊട്ടപ്പുറത്ത് ഈ സ്റ്റേഷൻ ഏതാണെന്ന് വെച്ചാൽ അവിടെ സ്റ്റേഷനിൽ പോയാണ് നമ്മൾ പറയുന്നത്. ഈ ഹെഡ് മാസ്റ്റർ വഴിയായിരിക്കുമല്ലോ പിന്നെ പരാതി വെളിയിലോട്ട് പോകുന്നത്. അങ്ങനെ ചിന്തിക്കും മോളെ. എന്തുവാ സ്വന്തം കാര്യത്തിൽ മാത്രം ഒരു വ്യക്തത ഇല്ല, ബാക്കി എല്ലാത്തിന്റെ കാര്യത്തിൽ വ്യക്തത ഉണ്ട്. ഞാൻ പരാതി കൊടുത്തിട്ടില്ല. കാരണം എനിക്കതിൽ പരാതിപ്പെടേണ്ട സ്ഥലമല്ല സംഘടന എന്നുള്ള വിവേക ബുദ്ധി എനിക്കുണ്ട്. നമ്മൾ തമ്മിലുള്ള 2 പേര് തമ്മിലുള്ള ഒരു പ്രശ്നത്തിനെ സംഘടനയല്ല പരിഹരിക്കേണ്ടത്. അതിന് കേരളത്തിൽ ഇത്രയും വിവേക ബുദ്ധിയുള്ളൊരു വ്യക്തി പ്രധാനമന്ത്രിയെക്കാട്ടിലും രാഷ്ട്രപതിയെക്കാട്ടിലും ജനശ്രദ്ധയുള്ള അംഗങ്ങൾ നമ്മുടെ കമ്മിറ്റിയിലുള്ളത് കൊണ്ടാണ് ഈ ആൾക്കാർ ഇതിനെ ഒറ്റിനോക്കുന്നത്. എന്തോ വിവരമല്ലേ ഇതിന്? ദൈവമേ, ഈ തല പുറത്തുവിടില്ല. തിരുവനന്തപുരം മ്യൂസിയത്തിൽ കയറ്റി വെക്കേണ്ട തലയാണ് മൃഗശാലയ്ക്കുള്ളിൽ. സംഘടനയ്ക്ക് എന്താണ് ബാധ്യതയുള്ളത്? ഞങ്ങൾ രണ്ടുപേരും ഒരേ സംഘടനയിലെ അംഗങ്ങളും ഒരേ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗങ്ങളാണെന്ന് മാത്രമേ ഉള്ളൂ. അതിന് സംഘടനയ്ക്ക് എങ്ങനെയാണ് റോള്? ഞാൻ ഉന്നയിച്ചിട്ടില്ല. എനിക്ക് ഉന്നയിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല. പക്ഷേ കേസ് ആയതിനു ശേഷം അൻസിബ കുറെ ഊഹാപോഹങ്ങൾ പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മെസ്സേജ് ഇട്ടിരുന്നു. ആ മെസ്സേജിന് ഞാൻ അപ്പം തന്നെ റിപ്ലൈ അയച്ചു. മോളി ഘോരഘോരം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളും എൻ്റെ പരാതിയിലില്ല. 4 വരിയിലേ എൻ്റെ പരാതിയുള്ളൂ. ഈ പറഞ്ഞ വിഷയങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാനല്ലല്ലോ പറയണ്ടേ. എനിക്ക് എൻ്റെ ശരി എനിക്കറിയാം. ഞാൻ നാളിതുവരെ പോയിരിക്കുന്നത് എൻ്റെ ശരിയിലൂടെ മാത്രമാണ്. എൻ്റെ പിന്നിൽ ആരുമില്ല. എനിക്ക് പ്രത്യേകമായൊരു അജണ്ടയും ഇല്ല. എനിക്ക് ഇപ്പോഴും അൻസിബ ഹസൻ എന്ന് പറയുന്ന വ്യക്തിയോട് യാതൊരു വിധത്തിലുള്ള വ്യക്തി വൈരാഗ്യങ്ങളുമില്ല. അതിന്റെ കാരണം നമ്മൾ ലക്ഷ്മിപ്രിയ ചേച്ചി അധികം കളിയാക്കല്ലോ കേട്ടോ. ചേച്ചി ഞാൻ ഒരു കാര്യം പറയട്ടെ, ചേച്ചി എല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ചേച്ചി കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ കള്ളത്തരം ചെയ്തിട്ടില്ലെന്ന് പറയും. പക്ഷെ ഒരു അരമണിക്കൂർ ചേച്ചിയോട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചേച്ചി കള്ളത്തരം ചെയ്ത വഴി കൃത്യമായിട്ട് പറഞ്ഞു തരും. അതുകൊണ്ട് പാവാടോ, മനസ്സിൽ വെച്ചിട്ടൊന്നും പറയുന്നതല്ലടാ, അങ്ങ് ആ പോന്നെയാണോ അങ്ങനെ. ഡിസംബർ 10 ഇങ്ങനൊരു മെസ്സേജ് അയച്ചിട്ട് പോലും ഡിസംബർ 14 തിരുവനന്തപുരത്ത് ഞാൻ ആ മോളെ കണ്ട സമയത്ത് ആ മോൾക്ക് ഞാൻ വാങ്ങിച്ചു വെച്ചിരുന്ന ഗിഫ്റ്റ് വരെ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോഴും ഞാൻ ഇതിന്റെ കാര്യം ചോദിക്കണം, മോൻ എന്താ അങ്ങനെ ഒരു മെസ്സേജ് അയച്ചത്, അതിന്റെ മറുപടി പറയൂ എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പം എൻ്റെ റൂമിലേക്ക് വന്ന് പറയാമെന്ന് പറഞ്ഞിട്ടില്ല. പല അവസരങ്ങളിലും ഞാനിത് ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ടില്ല. അപ്പം എനിക്ക് ഇപ്പോഴും അതിനു മുൻപും അതിനുശേഷം ഒക്കെയുള്ള ചാറ്റ് ഡിസംബർ 10 ആ ഹോട്ടലിൽ വെച്ചിട്ടുള്ള CCTV വിഷ്വൽസ് കയ്യിലുണ്ടോ?
കാരണം എല്ലാം ക്രോഡീകരിച്ചോണ്ടാ വന്നേന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് ചോദിച്ചു പോയതാണ്. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്നോട് വ്യക്തിവൈരാഗ്യം ഉണ്ടാകേണ്ട വിധത്തിൽ ആ കുട്ടിയോ ഞാനോ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറിയിട്ടില്ല. അതായത് അപ്പൊ നമ്മളാണോ കുറ്റക്കാര്? നമ്മൾ കെട്ടിച്ചമച്ച കേസാണോ ഇത്? കാണുന്നവരെ പൊട്ടനാക്കാനായിട്ട് ഓരോ ഉണ്ടാക്കിയേക്കുന്നത്. ഇങ്ങനൊരു മെസ്സേജ് അയച്ചത് എന്നെ ഒരുപാട് ഹേർട്ട് ചെയ്തു. എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പരാതി കൊടുത്തത്. ചേച്ചി ഒരു കാര്യം കൂടി, ഈ അതുല്യ ഒരു അത് നമുക്ക് തിരിച്ചു വന്നിട്ട് സംസാരിച്ചാൽ പോരെ? സമയം ഇപ്പൊ തന്നെ ഓവറായി. ഓക്കെ, താങ്ക് യു. വന്നിട്ട് കാണാം. പ്ലീസ് അഡ്വക്കേറ്റിന്റെ അടുത്ത് പോയിട്ട് ഇനി എന്താണ് സംസാരിക്കാനുള്ളതെന്ന് ഞാനൊന്ന് പഠിക്കട്ടെ. എനിക്ക് ആ കൂടി ഒരു തലയല്ലേ ഉള്ളൂ, ഒരു തലച്ചോറല്ലേ ഉള്ളൂ. അതിനകത്ത് പറ്റുന്ന കാര്യങ്ങളല്ലേ എനിക്ക് പറയാനായിട്ട് കഴിയൂ. അത് കഴിഞ്ഞു, നിങ്ങൾ കേട്ടു, റെക്കോർഡ് ചെയ്തു, പുറത്തു വിട്ടു. ഇനി എനിക്ക് പുതിയ കാര്യങ്ങൾ. അപ്പൊ സംസാരിക്കാൻ ഇച്ചിരി സമയം വേണം. കാരണം എന്താണ്? ഹോംവർക്ക് ഉണ്ട്. ആ ഹോംവർക്കിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ എനിക്ക് പുറത്ത് പറയാനായിട്ട് കഴിയൂ. കാരണം എന്താണ്? അത് സംഘടനയ്ക്കുള്ളിൽ വിഷയമാണ്, സംഘടന ചർച്ച ചെയ്യേണ്ട വിഷയമാണ്, സംഘടനയിൽ അംഗങ്ങൾ ഇൻവോൾവ് ആയിട്ടുള്ള വിഷയമാണ്. അത് എന്റെ വായിക്ക് തോന്നിയത് കോണിക്ക് പാത്തി എന്ന രീതിയിൽ സംസാരിക്കുന്നത് കഴിയത്തില്ല. മനസ്സിലാക്കണം, മനസ്സിലാക്കി നിങ്ങൾ പെരുമാറണം. ഹോ, എന്തൊക്കെയാണില്ലേ കാണേണ്ടത്, കേൾക്കേണ്ടത്. പ്രിഫർ ചെയ്യുന്നത് അത് തന്നെയാണ്. സംഘടനയിലെ പ്രശ്നങ്ങൾ സംഘടനയിൽ തന്നെ തീരണം. അല്ല, അതിനുള്ളൊരു സ്പേസ് അവിടെയുണ്ട്. അതിൽ തീരാത്തപ്പോഴായിരിക്കണം അത് പബ്ലിക്കായിട്ട് പലർക്കും ഇപ്പം അൻസിബയെ പോലെയുള്ളവർ നിവൃത്തികേട് കൊണ്ടായിരിക്കാം ചിലപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്ത് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അതിനെക്കുറിച്ചൊരു കൃത്യമായ ധാരണ എനിക്ക് കിട്ടിയിട്ടില്ല. ലളിതമായിട്ടാണോ എന്ന് ചോദിച്ചാലല്ല, പക്ഷെ അതിനെ കുറിച്ച് കൃത്യമായ ധാരണയില്ലാതെ ഞാൻ പ്രതികരിക്കുന്നത് ശരിയല്ലല്ലോ. അതിനകത്തുള്ള ഒരു അംഗം പോലും ഇതിനെക്കുറിച്ച് എനിക്കൊരു ധാരണയുണ്ടെന്നും ഇത് ഞാൻ അറിഞ്ഞെന്നും പറയുന്നതായിട്ട് ഞാൻ എവിടെയും കേട്ടിട്ടില്ല. ഇനി നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ ആ ഒരു ക്ലിപ്പെങ്കിലും ഒന്ന് തരണേ. കാരണം ഞാനൊന്ന് കാണാൻ വേണ്ടിയിട്ടാ. കാരണം അമ്മയിലുള്ള ആരെങ്കിലും ഇത് അറിഞ്ഞോന്നൊന്ന് അറിയണമല്ലോ. ഇനി ഒരു പോസ്റ്റ് ഇടേണ്ടി വരും, ഇതറിഞ്ഞവരാരെങ്കിലും ഉണ്ടോ? കാരണം ശ്വേതാ മേനോനായിട്ടുള്ള പ്രസിഡന്റ് തന്നെ പറയുന്നു വന്നിട്ടുള്ള മെയിൽ അതിനകത്തില്ല, ഡിലീറ്റ് ആയി പോയെന്ന്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇവരുടെ ഉത്തരവാദിത്വവും ഇവരുടെ മികവ് എത്രത്തോളം ഉണ്ടെന്ന്. ഭാഗത്തുനിന്ന് സംസാരിക്കാനോ സംഘടനയ്ക്ക് വേണ്ടി സംസാരിക്കാനോ ആ പ്രശ്നം ഞാൻ കൃത്യമായി മനസ്സിലാക്കണം. അപ്പൊ അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഞാനത് പ്രതികരിക്കുന്നത്. ഉറപ്പായിട്ടും ഉണ്ടാവേണ്ടതാണ്. ഇപ്പം നമ്മുടെ വീടുകളിലാണെങ്കിൽ പോലും ഒരു സ്ത്രീ നേതൃത്വം വരുമ്പോഴാണ് അതിന്റെ സമാധാനം, ഒരു ബാലൻസ് വരുന്നത്. അപ്പൊ അതൊരു സംഘടനയിലേക്ക് കൊണ്ടുവരാൻ പറ്റുക എന്ന് പറയുന്നത് എനിക്കൊന്ന് വേറൊരു ഇൻഡസ്ട്രിയിലും കാണിക്കാത്തൊരു ധൈര്യമാണ്. അപ്പൊ അവരുടെ ശരിക്കുമുള്ള കഴിവും അവരുടെ എത്രത്തോളം അവർ കേൾക്കുമ്പോൾ ആണെന്നുള്ളത് ഇനി കുറച്ച് സമയം കൂടെ കൊടുക്കണം. ഇവരെല്ലാവരും ഇപ്പൊ ശ്വേതശേഷനാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള ഒരു സംഘടനയുടെ മുന്നിലേക്ക് വന്നിട്ട് ഇത്രയും നാളായിട്ടുള്ളൂ. അപ്പൊ അവർക്ക് അത് മനസ്സിലാക്കി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു സമയം നമ്മൾ പ്രശ്നങ്ങൾ സമയം കൊടുക്കണമെന്ന് പറയുന്നതിനകത്ത് എന്ത് യുക്തി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഒരു ഇൻസിഡന്റിന് ആസ്പദമായ നടന്നിട്ടുള്ളത് ഫെബ്രുവരി മാസം 13-ാം തീയതി നിങ്ങളുടെ റിഹേഴ്സലിനിടയിലാണെന്ന് പറയുന്നുണ്ട്. ഞാനിപ്പോ ഈ സംസാരിക്കുമ്പോഴത്തേന് ജൂൺ മാസം 1-ാം തീയതിയായി. ഇനിയും സമയം കൊടുക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഇത് കപ്പലിലാണോ വരുന്നത് ഇത്രയും സമയം എടുത്ത് വരാനായിട്ട്? കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ വ്യത്യാസം വരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ പറ്റി എന്താ അഭിപ്രായം പറയേണ്ടത്? അതില്ല, അതിനെപ്പറ്റി കേട്ടു ഞാനും മാധ്യമങ്ങളിൽ കൂടെയാണ് ഇതെല്ലാം അറിയുന്നത്. പക്ഷെ ഒരു അഭിപ്രായം പറയാൻ എനിക്ക് അറിയില്ല. അതിന്റെ ഒരു കൺക്ലൂഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടൊരു അഭിപ്രായം ഞാൻ പറയാം. രണ്ടുപേരുടെ ഭാഗം കേൾക്കണമല്ലോ. അമ്മ സിനിമയിൽ ലീഡ് റോൾ ചെയ്യുന്നൊരു നായകൻ പറയുക, അമ്മയ്ക്കുള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഞാൻ ഇതുപോലുള്ള മാധ്യമങ്ങൾ വഴിയാണ് അറിയുന്നതെന്ന്. പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് ഇതുപോലൊരു സംഘടന? പിരിച്ചുവിടണം. മാധ്യമങ്ങൾ വഴി എല്ലാവരും അറിഞ്ഞാൽ പോരെ? നിങ്ങൾക്കുള്ളിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു കൂടാരം കെട്ടി അവിടെ വെച്ചിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഉത്തരവാദപ്പെട്ട ആളുകളൊക്കെ നിസ്സംഗ ഒരുപാട് എടുക്കുന്നത് ശരിയാണ്. കാരണം ഇതേപോലുള്ളൊരു സംഘടന എല്ലാ കലാകാരന്മാരും ഒത്തുചേർന്ന വലിയൊരു കൂട്ടായ്മ. ആ ആൾക്കാർക്ക് കുറച്ചുകൂടി ഗൗരവത്തിൽ അത് കാണേണ്ടതായിട്ട് തോന്നിയിട്ടില്ലേ? അതിനെ ഗൗരവമായിട്ട് നമ്മൾ അഡ്രസ് ചെയ്ത് ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് മതപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ജാതിപരമായ കാര്യങ്ങൾ അതിൽ ഫോഴ്സ്ഫുള്ളി കൊണ്ടുവരാൻ നോക്കുമ്പോൾ അതിനെ നമ്മൾ വളരെ ഗൗരവമായിട്ട് അഡ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ പ്രശ്നം വളരെ വലുതാണ്. അതിന് നമ്മുടെ കോമൺ സെൻസും നമ്മുടെ ബുദ്ധിയും ഉപയോഗിച്ച് റിയാക്ട് ചെയ്യണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത് എല്ലാ വേദികളിലും ചർച്ച ചെയ്ത് അല്ല, അങ്ങനെ ഗൗരവകരമായിട്ട് അഡ്രസ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ നമുക്കത് ഗൗരവകരമായിട്ട് അഡ്രസ് ചെയ്യാനായിട്ട് കഴിയുമോ? അങ്ങനെയും കഴിയത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് സംഘടന? ഒരാൾക്ക് എതിരെ ഇതുപോലൊരു വലിയ ആരോപണം ഉന്നയിക്കുമ്പോഴത്തേക്ക് അത് സംഘടനയ്ക്കുള്ളിൽ മാത്രം നിന്ന് പരസ്യമായിട്ട് ആരും അറിയാത്ത രീതിയിൽ അങ്ങ് ഒതുക്കി തീർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ തെറ്റുകൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കത്തില്ലേ അതേ സംഘടനയിൽ തന്നെ? അതേ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ എന്ത് വേണം? ആദ്യം ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ ആ തെറ്റ് തക്കതായ ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഇനി ആരും അതുപോലെ സംസാരിക്കുകയോ എടുക്കുകയോ പെരുമാറുകയോ ചെയ്യത്തില്ലല്ലോ. അതല്ലേ വേണ്ടത്? ഈ ഒരു സംഭവം മറ്റുള്ളവർക്കും കൂടെ മാതൃകയാവുന്ന രീതിയിൽ വേണ്ടേ കാണിക്കാനായിട്ട്? അതല്ലേ ഏറ്റവും മികവുള്ളൊരു കാര്യം?
ഒരു ആവശ്യം ഉണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലേക്കും പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്കും വരുമ്പോൾ ഇതിന് കൃത്യമായ ഇപ്പൊ നമുക്ക് അതിന്റെ താഴെ പോയി കോമന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആളുകൾ എത്രത്തോളം ഇതിനെ പറ്റിയിട്ട് നമ്മള് പണ്ടൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന ഇത് പഴയ ഒരു കാലഘട്ടത്തിൽ മാത്രം ഉണ്ടായിരുന്ന പ്രശ്നമാണെന്നാണ്. പക്ഷെ ഈ പുതിയ കാലഘട്ടത്തിൽ ഇത് വളരെ ശക്തിയോടുകൂടി തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ അത് നമ്മുടെ യുക്തിയോടുകൂടി നമ്മൾ തീരുമാനിക്കുക. ഇപ്പൊ ഞാൻ പറയുന്ന മറുപടി പോലും ഇതിനൊരു സ്പാർക്കിലേക്ക് കൊണ്ടുപോയത് എപ്പോഴും മലയാള സിനിമയ്ക്ക് അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു മലയാളികൾ ഏറ്റവും വളരെ റീസെന്റ് ആയിട്ടാണ് ഇത് അംഗീകരിച്ചത്. നമ്മൾ മംഗളീഷ് സിനിമകളെ പറ്റി പറയുന്നത് പോലെ തന്നെ ഇന്ത്യ മുഴുവൻ മലയാള സിനിമയെ പറ്റി സംസാരിക്കുന്നുണ്ട്. അവിടെ സംഭവിക്കുന്ന സിനിമകളെ പറ്റിയും അവിടുത്തെ ആക്ടേഴ്സിനെ പറ്റിയും ആളുകൾ വളരെ ഈഗർ ആയിട്ട്, ഇത് ഞാൻ പോലും തിരിച്ചറിഞ്ഞത് ഇപ്പൊ എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കഴിഞ്ഞ ഇന്ത്യൻ പനോരമയ്ക്ക് വേണ്ടി ഗോവയിൽ പോയ സമയത്ത് ഒരുപാട് പേര് വന്നിട്ട് സിനിമ ഇപ്പൊ കൃഷ്ണന്റെ കണ്ടതിനെ കുറിച്ചും സർക്കിറ്റിനെ കുറിച്ചും ഒക്കെ എന്നോട് പേഴ്സണലി സംസാരിച്ചത്. അപ്പൊ എനിക്കതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എപ്പോഴും പറയുന്ന പോലെ OTT വന്നതിന് ശേഷം ഉണ്ടായ ഒരു വ്യത്യാസം ഭയങ്കരമാണ്. സിനിമയുടെ ഒരു മലയാള സിനിമയുടെ ഒരു അഡ്രസ് തന്നെ മാറി. ഈ സംഘടനയ്ക്കുള്ളിൽ ഒരു പ്രശ്നം കേരളത്തിലെ മാധ്യമങ്ങൾ എടുത്തു വെച്ച് ഇതുപോലെ ചർച്ച ചെയ്യുമ്പോൾ പോലും ആ സംഘടനയിലുള്ള ഒരു വ്യക്തിക്ക് പോലും ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ കൊടുക്കാനോ സംസാരിക്കാനായിട്ടോ കഴിയുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഹൻസിബ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിക്ക് ഇതിനകത്ത് നീതി ലഭിക്കോ ഇല്ലയോ എന്നൊന്നും എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. എന്തായാലും ആ പെണ്ണിന്റെ കൂടെ സ്വന്തം അംഗങ്ങൾ പോലും ആരും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവർക്കാർക്ക് ഈ വിഷയത്തെക്കുറിച്ചൊരു കോപ്പും അറിയത്തില്ല എന്നാണ് വീണ്ടും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ സംഘടന പിരിച്ചുവിടുക, എല്ലാവരും സിനിമയ്ക്ക് വിടുക, എല്ലാവരും പടത്തിൽ അഭിനയിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോട്ടെ. നിങ്ങൾക്ക് ഇൻഡിവിജ്വലി ഗ്രൂപ്പായിട്ട് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടെങ്കിൽ എല്ലാം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോട്ടെ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷൻ, ഇവർക്ക് വേണ്ടിയിട്ട് കോടതി, ഇവർക്ക് വേണ്ടിയിട്ട് ജയില്, ഇവർക്ക് സെപ്പറേറ്റ് ജഡ്ജ്, വക്കീലും എല്ലാം വേണം. കാരണം അട്ടിക്കണക്കിന് കേസാണ് ഇവരുണ്ടാക്കുന്നത്. അത് ഉണ്ടാക്കി വെക്കാനായിട്ട് ഒരു ഷെൽഫൊന്നും പോരാ, നിരവധി ഷെൽഫുകളുടെ ഒരു നിര തന്നെ വേണ്ടി വരും. അപ്പം കണ്ടറിയാം.